Hello everyone, I am Shalini. Welcome back to the channel Spoco Loco English. Today we are diving into something super fun and useful, people idioms. ആദ്യം നമുക്ക് എന്താണ് people idioms എന്ന് നോക്കാം. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അവരുടെ സ്വഭാവത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിന്റെയും അവരുടെ സൊസൈറ്റിയിലുള്ള വ്യത്യസ്തമായ റോൾസും ഒക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡ്രമാറ്റിക് രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് ഈ people idioms. നമ്മൾ ഇന്ന് കാണുന്ന ഫിലിംസിലും വായിക്കുന്ന ബുക്സിലും അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇടയിലെ കോൺവെർസേഷൻസിലും ഒക്കെ കൂടുതൽ ഈ ഇഡിയംസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് വീഡിയോ ഫോർ യു ഗൈസ്. നമ്മുടെ ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് ചീപ്പ് സ്കേറ്റ്. അതായത് അവനൊരു പിശുക്കനാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ഈ ചീപ്പ് സ്കേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഒരിക്കലും ഈ സ്നാക്സ് വാങ്ങാനോ ഒന്നിനും പൈസ മുടക്കത്തില്ല, അവനൊരു പിശുക്കനാണ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. ഹി ഈസ് എ ചീപ്സ്കേറ്റ്, ഹി നെവർ വാണ്ട്സ് ടു പേ ഫോർ സ്നാക്സ്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുവാണ്, അവൻ നിനക്ക് കോഫി വാങ്ങി തരുമെന്ന് വിചാരിക്കട്ടെ കേട്ടോ, അവൻ ഭയങ്കര ഒരു പിശുക്കനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് എക്സ്പെക്ട് ഹിം ടു ബൈ യു കോഫി, ഹീസ് എ റിയൽ ചീപ്സ്കേറ്റ്. സെക്കൻഡ് ഇഡിയം ഈസ് എ ബിസി ബോഡി. ഭയങ്കര തിരക്കുള്ള ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ബിസി ബോഡിയുടെ അർത്ഥം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളിലെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ത്വരയുള്ള ആൾക്കാര് അവർ പറയുന്നതാണ് ബിസി ബോഡി എന്ന്. നമ്മൾ പറയുവാണ്, നീ എന്തിനാ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത്, നീ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ബി എ ബിസി ബോഡി, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അല്ലെങ്കിൽ നമുക്കൊരു അയൽക്കാരനുണ്ട്, എപ്പോഴും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അയാളെ പറയാൻ വേണ്ടിയിട്ട് മൈ നെയ്ബർ ഈസ് സച്ച് എ ബിസി ബോഡി, ഓൾവേസ് വാച്ചിങ് അസ്. നമുക്ക് അടുത്ത ഇഡിയം നോക്കിയാലോ. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ കാണത്തില്ലേ, കുടുംബത്തിലെ ചീത്തപ്പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായ സന്തതി അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു തലതെറിച്ച ആള്, അത് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഷീപ്പ്. ഞാനാണ് കേട്ടോ എന്റെ കുടുംബത്തിലെ തലതെറിച്ച സന്തതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് മൈ ഫാമിലി. അല്ലെങ്കിൽ കുറച്ച് ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവന്റെ കുടുംബത്തിലെ തലതെറിച്ച സന്തതി അവനായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹീസ് ബിക്കം ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ സച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. നമ്മുടെ അടുത്ത ഇഡിയമാണ് ഡൗൺ ടു എർത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്കായിരിക്കും ഡൗൺ ടു എർത്ത്. ഭയങ്കര എളിമയുള്ള അല്ലെങ്കിൽ ഭയങ്കര സൗമ്യമായിട്ടുള്ള ആൾക്കാരെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത്. അവൾ ഭയങ്കര ഫേമസ് ആണ്, പക്ഷെ അവൾ ഭയങ്കര സൗമ്യതയാണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഷീസ് വെരി ഫേമസ് ബട്ട് സ്റ്റിൽ ഡൗൺ ടു എർത്ത്. ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ട് കേട്ടോ, ഭയങ്കര സൗമ്യമുള്ള ഭയങ്കര എളിമയുള്ളതാണ്. നമുക്ക് എന്ത് കാര്യം വേണേലും ഈ ടീച്ചറിനോട് പറയാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അവർ ടീച്ചർ ഈസ് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ, വി ക്യാൻ ടോക്ക് ടു ഹർ അബൌട്ട് എനിത്തിങ്. ലാസ്റ്റ് ഇഡിയം ഇൻ ടുഡേസ് ബാസ്കറ്റ് ഈസ് ബിഗ് ചീസ്. ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ചീസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അവന്റെ വിചാരം അവനാണ് കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹി ആക്ടഡ് ലൈക്ക് ഹി ഈസ് ദ ബിഗ് ചീസ് ഇൻ ദ ഓഫീസ്. കമ്പനിയിലെ പ്രധാനപ്പെട്ട വ്യക്തിന്ന് കമ്പനി വിസിറ്റ് ചെയ്യാൻ വന്നു എന്ന് പറയാൻ യൂസ് ചെയ്യുന്നത് ദ ബിഗ് ചീസ് ഓഫ് ദ കമ്പനി കെയിം ടു വിസിറ്റ് ടുഡേ. സോ നമ്മുടെ ഇന്നത്തെ ഇഡിയം ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Until next time, keep your words wise and your vibes high.